പ്രൈസലോ കർത്താവിന്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്തു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. യോശുവയുടെ പുസ്തകം 3-ാം അധ്യായം 5-ാമത്തെ വാക്യം. പിന്നെ യോശുവ ജനത്തോട്, നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പിൻ, യഹോവ നാളെ നിങ്ങളുടെ ഇടയിൽ അതിശയം പ്രവർത്തിക്കും എന്ന് പറഞ്ഞു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്താണ്. വളരെ ശ്രദ്ധയോടെ, ആത്മനിയോഗത്തോടെ, വിശുദ്ധിയോടെ, ഹൃദയ പരിഭാവനതയോടെ, പവിത്രതയോടെ ഒക്കെ ഈ വചനം വായിക്കുമ്പോഴാണ് ദൈവം നമ്മുടെ ഇടയിലും ഒരു അതിശയം പ്രവർത്തിക്കത്തുള്ളൂ. പ്രൈസലോ. അതുകൊണ്ട് തന്നെയാണ് യോശുവ പറഞ്ഞത്. പിന്നെ യോശുവ ജനത്തോട് പറയും, നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കണം. ഹല്ലേലൂയ. നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കണം. യഹോവ നാളെ നിങ്ങളുടെ ഇടയിൽ, ഹല്ലേലൂയ, അതിശയം പ്രവർത്തിക്കും. ഒരു ദൈവഭക്തൻ ഇത്ര ശക്തമായി തന്റെ ഇടത്തോടെ പറയുക, നമ്മളെ ശുദ്ധീകരിച്ചു കഴിഞ്ഞാൽ യഹോവ നമ്മുടെ ഇടയിൽ അതിശയം പ്രവർത്തിക്കും. അല്ലെങ്കിൽ അത്ര ധൈര്യത്തോടെ പറയണമെങ്കിൽ യോശുവയുടെ ജീവിതം എത്രമാത്രം ക്രമീകൃതമായി ദൈവത്തിന് വേണ്ടി അർപ്പിക്കപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കുന്നവനാണ്. ഇത് പറഞ്ഞത് നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് നമ്മെ ശുദ്ധീകരിക്കേണ്ടത്. ഹല്ലേലൂയ. എന്താണ് ഈ ദൈവവചനത്തിന്റെ ചരിത്ര പശ്ചാത്തലം? ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു. ഹല്ലേലൂയ. മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് ഇസ്രായേൽ ജനം നടന്ന് ചെങ്കടൽക്കരയിൽ വന്ന് ചെങ്കടൽക്കരയിൽ വെച്ച് മോശെ എന്ന് പറയുന്ന അതിശക്തനായ നായകനിലൂടെ ചെങ്കടലിൽ വിഭാഗിച്ച് ഇസ്രായേൽ മക്കൾ, ഹല്ലേലൂയ, ആമിസീൻ മരുഭൂമിയിലെത്തി. അവിടെ നിന്ന് അവർ നടന്ന് അലിയ രഫീദീമിലെത്തി, മാറയിലെത്തി. ഹല്ലേലൂയ. മാറയിൽ നിന്ന് അവർ ഇടയിൽ യാത്ര ചെയ്ത് അവർ വാഗ്ദത്ത ദേശത്തേക്ക് നടക്കുക. എത്ര 40 വർഷമാണ് നടക്കുന്നത്. ഹല്ലേലൂയ. ഈ 40 വർഷത്തിനിടയിൽ മോശെ എന്ന് പറയുന്ന ശക്തനായ നായകൻ ഇസ്രായേൽ മക്കൾക്ക് നഷ്ടപ്പെട്ടു. ഹല്ലേലൂയ. ആ മോശയുടെ സ്ഥാനത്ത് പിന്നെ ദൈവം എഴുന്നേൽപ്പിച്ചതാണ് യോശുവ എന്ന് പറയുന്നത്. യോശുവയിൽ കൂടി ദൈവം ശക്തമായ ദൗത്യങ്ങളാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ആമി ചെങ്കടലിനെ 2ആയി വിഭാഗിച്ച മോശയെ പോലെ തന്നെ യോർദാനെ വിഭാഗിച്ചെങ്കിൽ മാത്രമേ ഇസ്രായേൽ മക്കൾക്ക്, ഹല്ലേലൂയ, ആ വാഗ്ദത്ത കനാനിലേക്ക് പ്രവേശിക്കാൻ കഴിയുള്ളൂ. ഹല്ലേലൂയ. വേനൽക്കാലത്തും വർഷകാലത്തും ഒരുപോലെ കരകവിഞ്ഞൊഴുകുന്ന ഈ യോർദാനെ കടക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. അതിന് വളരെ വില കൊടുക്കേണ്ടി വരും. ഹല്ലേലൂയ. യോശുവ തന്റെ പ്രാർത്ഥനാ മുറിക്കകത്ത് പ്രാർത്ഥിച്ചപ്പോൾ പ്രാർത്ഥനയുടെ ആത്മാവിൽ യോശുവയുടെ ദൈവം സംസാരിച്ചതാണ്, ഹല്ലേലൂയ, നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കണം. യഹോവ നാളെ നിങ്ങളുടെ ഇടയിൽ ഒരു അതിശയം പ്രവർത്തിക്കും. അത് യോശുവ ജനത്തോട് പറയുക. ഈ വചനമെന്താണ്? അനന്തരം യോശുവ അധികകാലത്ത് എഴുന്നേറ്റ് അവരും ഇസ്രായേൽ മക്കൾ എല്ലാവരും സിത്തീമിൽ നിന്ന് പുറപ്പെട്ട് യോർദാനിരികെ വന്നു. അല്ലെങ്കിൽ മറുകര കടക്കും മുമ്പേ അവിടെ താമസിച്ചു. 3 ദിവസം കഴിഞ്ഞിട്ട് പ്രമാണികൾ പാളയത്തിൽ കൂടി നടന്ന് ജനത്തോട് കൽപ്പിച്ചതെന്നാൽ, ഇവരെ സിത്തീമിൽ നിന്ന് പുറപ്പെട്ട് യോർദാന്റെ കരയിൽ വന്നു. യോർദാൻ കടക്കണം. ഹല്ലേലൂയ. ആ 3 ദിവസത്തോടെ ഉപവസിച്ച് പ്രാർത്ഥിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കണം. 3 ദിവസം താമസിച്ചു പറയാം. 3 ദിവസം എന്ന് പറയുന്നത് അതൊരു ഉപവാസത്തിന് തുല്യമാണ്. 3 ദിവസം അവർ യോർദാൻ കരയിൽ താമസിച്ച് അവരെ തന്നെ ശുദ്ധീകരിക്കുവാൻ പുരോഹിതന്മാർ അവരോട് പറയുകയാണ്. നിങ്ങളുടെ ദൈവമായ യഹോവയുടെ നിയമപ്പെട്ടകത്തെയും അതിനെ ചുമക്കുന്ന ലേവ്യരായ പുരോഹിതന്മാരെയും നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ സ്ഥലം വിട്ട് പുറപ്പെട്ട് അതിന്റെ പിന്നാലെ ചെല്ലണം. ഹല്ലേലൂയ. വലിയൊരു കൂട്ടം ജനമുണ്ട്. ഇസ്രായേൽ ജനം അവരോട് പറയുകയാണ്, ദൈവത്തിന്റെ നിയമപ്പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ ഉടനടി എഴുന്നേറ്റ് എന്ത് ചെയ്യണം? അവരുടെ പിന്നാലെ ചെല്ലണം. അതിന് ചില വ്യവസ്ഥകളുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. പിന്നാലെ ചെല്ലണം. ഹല്ലേലൂയ. എന്നാൽ നിങ്ങൾക്കും അതിനിടയിൽ 2000 മുഴം അകലമുണ്ടായിരിക്കണം. ഹല്ലേലൂയ. പുരോഹിതന്മാർ ജനത്തോട്, പുരോഹിതന്മാർക്ക് നിങ്ങൾക്കിടയിൽ 2000 മുഴം അകലമുണ്ടായിരിക്കണമെന്ന് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ നിയമപ്പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ അരികിലേക്ക് കടന്നില്ലോ കഴിയാത്ത വിധത്തിൽ ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ പിറുപിറുപ്പുകൾ ഉള്ളതുകൊണ്ട് അവരത് ലംഘിച്ചാൽ മരണം വരെ സംഭവിക്കാവുന്നത് കൊണ്ട് എന്ത് ചെയ്യണം? 2000 മുഴം അകലെ നിൽക്കണം. ഓർത്ത്, ഈ 2000 മുഴം എന്ന് പറയുമ്പോൾ എത്രമാത്രം ദൂരമല്ലേ?
ദൈവത്തിന്റെ നിയമപ്പെട്ടവത്തോട് അടുക്കാൻ അത്രമാത്രം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയമാതാവേ, ദൈവത്തിന്റെ നിയമപ്പെട്ടകൻ ചുമക്കൻ പുരോഹിതന്മാർക്ക് മാത്രമെന്ന അധികാരം, ആ അധികാരമുള്ളവർക്ക് മാത്രമേ നിയമപ്പെട്ടം എടുക്കാൻ പറ്റത്തുള്ളൂ. അല്ലേരിയ അതിൽ നിന്ന് ജനങ്ങൾ 2000 മുഴം അകന്നു നിൽക്കണമായിരുന്നെങ്കിൽ ഈ കാലഘട്ടത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ നിയമപ്പെട്ടമാകുന്ന സത്യവേദ പുസ്തകം എടുക്കുവാൻ എനിക്ക് നിങ്ങൾക്ക് ദൈവം അധികാരം തന്നതോർത്താൽ നമ്മൾ ദൈവത്തെ സ്തുതിക്കണം കേട്ടോ. അല്ലേരിയ ഈ പെട്ടകം എടുക്കുന്ന ദൈവം നമുക്ക് കൃപ തന്നു. പക്ഷെ ഈ പെട്ടകം എടുത്തുകൊണ്ട് ദൈവത്തിന്റെ നിയമപ്പെട്ടകം ചുമന്ന പുരോഹിതൻ 2000 അകലെ 2000 മുഴ അകന്നു നിൽക്കാതെ ഈ നിയമപ്പെട്ടകം എടുത്തുകൊണ്ട് ദൈവത്തിന്റെ കൃപാസനത്തോടെ ധൈര്യത്തോടെ ചെല്ലുവാൻ ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന കൃപകളെ ഓർത്താൽ നിങ്ങൾ ദൈവത്തെ സ്തുതിക്കണം. അല്ലേരിയ അപ്പൊ നിയമപ്പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ ഇടയിൽ 2000 മുഴം അകന്നു നിൽക്കണം. അല്ലെങ്കിൽ അകലമുണ്ടായിരിക്കണം. അതിനോട് അടുക്കരുത്. അങ്ങനെ നിങ്ങൾ പോകേണ്ടെന്ന അല്ലയോ വഴി അറിയും. അപ്പൊ അങ്ങനെ പുരോഹിതന്മാരെ നോക്കി യാത്ര ചെയ്തോളും. അങ്ങനെ നിങ്ങൾ അവരെ നോക്കി അനുഗമിച്ചാൽ അവിടെ പിന്നാലെ ചെന്നാൽ നിങ്ങൾ പോകേണ്ടുന്ന വഴി അറിയും. ഈ വഴിക്ക് നിങ്ങൾ മുമ്പേ പോയിട്ടില്ലോ. ആ വഴിക്ക് ഇസ്രായേൽ പോയിട്ടില്ല. പോകാത്ത വഴിയുടെ യാത്ര ചെയ്യുമ്പോൾ വളരെ വഴി തെറ്റും, വഴിക്ക് ദുർഘടകരമായ അനുഭവങ്ങളുണ്ട്. വഴിയിൽ ഒരുപാട് പതിയിരിപ്പ് കാണും, വന്യമൃഗങ്ങൾ, കാട്ടുമൃഗങ്ങൾ ഒക്കെ കാണും. മനുഷ്യന്റെ ജീവിതത്തെ അപകരിക്കുന്ന നിലയിൽ പലതും കാണും. പക്ഷേ ഇസ്രായേൽ മക്കളും ഇസ്രായേലിൽ നിന്ന് പുറപ്പെടുവിച്ച് യഹോവയെ ദൈവത്തിന് അവരിൽ ഒന്നുപോലും കുറഞ്ഞു പോകാതെ വാഗ്ദത്തക്കാനായി പ്രവേശിക്കണമെന്ന് ദൈവത്തിന്റെ ആഗ്രഹമാണ്. പക്ഷേ എങ്കിലും അവർ പുറപ്പെടുപ്പുകാരാണ്. പക്ഷെ ഇവിടെ യോർദാൻ കടക്കണമെങ്കിൽ ഒരു ശുദ്ധീകരണം ആവശ്യമാണ്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്റെ ജീവിതത്തിൽ ഇതുപോലുള്ള ചില മരണ യോർദാനുണ്ട്. ഈ മരണ യോർദാനെ നീ കടക്കണമെങ്കിൽ നീ ദൈവത്തിന് ഉപവസിച്ച് പ്രാർത്ഥിച്ചേ മതിയാകുള്ളൂ. ജീവിതമാകുന്ന ഈ തോണി മുമ്പോട്ട് തുഴയണമെങ്കിൽ, ജീവിതമാകുന്ന ഈ പടക് മുമ്പോട്ട് തുഴയണമെങ്കിൽ, ലോകമാകുന്ന ഈ മഹാസമുദ്രത്തിലൂടെ നീ യാത്ര ചെയ്യും. മഹാസമുദ്രത്തിൽ നമ്മുടെ ജീവിത പടക് ഉലഞ്ഞു പോകാതെ ജീവിത പടക് വിശുദ്ധമായി പോകണമെങ്കിൽ, നിന്റെ ജീവിതമാകുന്ന വടങ്ങിൽ ഒരു അതിശയം നടക്കണമെങ്കിൽ, അല്ലേലൂയ, നീ നിന്നെ തന്നെ ശുദ്ധീകരിക്കണം, രക്തം ചെയ്യണം. അതാണ് യോശുവ ജനത്തോട് പറയുന്നത്. അങ്ങനെ 3 ദിവസം അല്ലേലൂയ, സ്തോത്രം, അല്ലേലൂയ, അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ചു. അല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അങ്ങനെ എന്ന് പറഞ്ഞാൽ പുരോഹിതന്മാരോട് യോശുവ, നിങ്ങൾ നിയമപ്പെട്ടം കൊടുത്ത് ജനത്തിനു മുമ്പായി അക്കരെ കടപ്പിൻ. യോശുവ പുരോഹിതന്മാർ, നിങ്ങൾ ദൈവത്തിന്റെ നിയമപ്പെട്ടം എടുത്ത് ജനത്തിനു മുമ്പ് അക്കരെ കടപ്പിൻ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ നിയമപ്പെട്ടകം എടുത്ത് ജനത്തിനു മുമ്പായി നടന്നു. പിന്നെ യഹോവ യോശുവയോട്, ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ നിന്നോട് കൂടി ഇരിക്കും എന്ന് ഇസ്രായേൽ ജനം അറിയേണ്ടതിന് ഞാൻ ഇന്ന് അവർ കാണുക നിന്നെ വലിയവനാക്കുവാൻ തുടങ്ങും. അപ്പൊ മോശയോട് കൂടിയിരുന്ന ദൈവം, അല്ലേലൂയ, മോശ ചെങ്കടലിൽ വിഭാഗിച്ചു. പാറയിൽ പിളർന്ന് വെള്ളം, അല്ലെങ്കിൽ കാടപ്പക്ഷിയെ, മഞ്ഞ, ഇതെല്ലാം മോശയുടെ മധ്യസ്ഥ മുഖാന്തരം ദൈവം കൊടുത്ത് മോശയെ വലിയവനാക്കിയതുപോലെ ഇസ്രായേലിന്റെ നടുവിൽ യോശുവയെ ദൈവം വലിയവനാക്കുവാൻ പോകുകയാണ്. അല്ലെങ്കിൽ സ്തോത്രം. നിയമപ്പെട്ടകൻ ചുമക്കുന്ന പുരോഹിതന്മാർ യോർദാനിലെ വെള്ളത്തിന്റെ എത്തുമ്പോൾ യോർദാനിൽ നിൽപ്പാൻ കൽപ്പിക്കുക എന്നല്ല ചെയ്തു. അങ്ങനെ നിയമപ്പെട്ടകൻ ചുമന്നുകൊണ്ട് ചെല്ലുന്ന പുരോഹിതന്മാർ യോർദാന്റെ കരയിൽ വെള്ളത്തിന്റെ വക്കിലെത്തുമ്പോൾ യോശുവയെ നീ പറഞ്ഞ അവിടെ നിൽക്കാൻ പറയണം. ഹല്ലേലൂയ. യോശുവ ഇസ്രായേലിനെ കൊണ്ട് ഇവിടെ വന്ന് നിങ്ങളുടെ ദൈവമായ യഹോവയുടെ വചനം കേൾപ്പിൻ എന്ന് പറഞ്ഞു. യോശുവ പറഞ്ഞത് എന്തെന്നാൽ, ജീവനുള്ള ദൈവം നിങ്ങളുടെ ഇടയിലുണ്ട്. അവർ നിങ്ങളുടെ മുമ്പിൽ നിന്ന് കനാനിയർ, ഹിത്യർ, പെരിസ്യർ, ഗിർഗശ്യർ, അരാമ്യർ, യെബൂസ്യർ എന്നിവരെ നീക്കിക്കളയും. ഹല്ലേലൂയ എന്ന് നിങ്ങൾ ഇതിനാൽ അറിയും. ഹല്ലേലൂയ. വീണ്ടും ആ വചനം വായിക്കുമ്പോൾ സന്തോഷം കേട്ടോ. ഹല്ലേലൂയ. ഇതാ സർവഭൂമിക്ക് നാഥനായ ഇവന്റെ നിയമപ്പെട്ടകം നിങ്ങൾക്ക് മുമ്പായി യോർദാനിലേക്ക് കടക്കുന്നാകിയാൽ ഓരോ ഗോത്രത്തിൽ നിന്ന് ഓരോ ആൾ വീതം ഇസ്രായേൽ ഗോത്രങ്ങളിൽ നിന്ന് 12 ആളെ കൂട്ടുകയും. അങ്ങനെ അവർ 12 പേര് നിയമപ്പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ യോർദാന്റെ കാലുകുത്തി വെള്ളം 2ആയിട്ട് പിരിഞ്ഞു എന്നുള്ളതാണ്. താഴോട്ട് വായിക്കുന്നതാണ്. ആ വെള്ളം വലിയ ചിറ പോലെ നിന്നു. മതിൽക്കെട്ട് പോലെ യോർദാനിലെ വെള്ളം കരകവിഞ്ഞൊഴുകുന്ന മരണ യോർദാൻ വർഷകാലത്തും വേനൽക്കാലത്തും കരകവിഞ്ഞൊഴുതി മരണ യോർദാൻ ഇപ്പോൾ എന്താണ് പുരോഹിതന്മാരുടെ ഉള്ളങ്കാൽ ചവിട്ടിയതിപ്പോൾ ആ വെള്ളം 2ആയിട്ട് വലിയ മതിൽ പോലെ നിൽക്കുക. ചെങ്കടൽ വലിയ മതിലായി നിന്നതുപോലെ അതിന്റെ നടുവിലൂടെ ഇസ്രായേൽ കടന്നുപോയി. അത് ഇന്ന് പകലിനെ കേൾക്കുന്നവരെ സ്നേഹിത, നിന്റെ ജീവിതത്തിൽ മരണ യോർദാന്റെ അനുഭവം കടന്നു വന്നാലും അല്ലെങ്കിൽ മരണകരമായ വിഷയം കടന്നു വന്നാലും നീ കടന്നു പോകുന്ന പ്രതിസന്ധി
എത്ര വലുതായിരുന്നാലും ആമേൻ നിന്നെ തന്നെ ശുദ്ധീകരിച്ചുകൊണ്ട് നീ ദൈവസന്നിധി വിശുദ്ധമായി നിൽക്കുന്നെങ്കിൽ ദൈവം നിന്നെ ഏൽപ്പിച്ച നിയമപ്പെട്ട ഈ സത്യവേദ പുസ്തകം വിശുദ്ധിയോടെ നിന്റെ കരങ്ങളിൽ നീ എടുത്തുകൊണ്ട് നടക്കുന്നെങ്കിൽ ആമേൻ കർത്താവ് നിന്റെ ജീവിതത്തിൽ ചില അതിശയങ്ങളെ പ്രവർത്തിക്കും. നമ്മളീ കൊണ്ടു നടക്കുന്ന അമ്മ പഴയ നിയമത്തിൽ നിയമപ്പെട്ടത് വലിയ നിയമപ്പെട്ടകത്തിനകത്ത് അല്ലെങ്കിൽ കൽപ്പ മന്നയിട്ടിട്ട് വെച്ച മുൻപാത്രങ്ങളും ഒക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ദൈവത്തിന് അമ്മ പ്രമാണവും ഒക്കെ ഉണ്ട്. അല്ലെ അത് ജീവനുള്ളത്, അതിനകത്തിരിക്കുന്ന ജീവനുള്ള പ്രമാണമാണ് എന്ന് പറഞ്ഞ പോലെ ദൈവത്തിന്റെ നിയമപ്പെട്ടകം നമുക്കെന്ന സത്യവേദ പുസ്തകം ഇതിനകത്ത് എഴുതിയിരിക്കുന്ന വചനങ്ങളെ ജീവനുള്ളതാണ്. ഈ ജീവനുള്ള വചനം, ജീവന്റെ വചനം, ആത്മാവും ജീവനുമായിരിക്കുന്ന ഈ വചനം, ആത്മാവും ജീവനുമായിരിക്കുന്ന യേശു തന്നെയാണ്. ആത്മാവും ജീവനുമായി ദൈവം തന്നെയാണ്. ഈ നിയമത്തിന്റെ പെട്ടക ഈ സത്യവേദപുസ്തകം നീ എടുത്തുകൊണ്ട് ചുമക്കണമെങ്കിൽ നിന്റെ ജീവിതത്തെ നീ ശുദ്ധീകരിക്കണം. പ്രൈസറോ, നമ്മളിത് ശുദ്ധീകരിക്കണമെന്ന്. നമ്മളിത് ശുദ്ധീകരിച്ചാൽ യഹോവ നാളെ നിങ്ങളുടെ അതിശയം പ്രവർത്തിക്കും. ഇന്ന് പകൽ ഈ ദൈവത്തിന് പദം കേൾക്കുന്ന മാതാപിതാവി കരഞ്ഞ് കരയ്ക്ക് കണ്ണുമായി കണ്ണുനീരോടെ ദുഃഖത്തോടെ വേദനയോടെ വിവിധമായ വിഷയങ്ങൾക്ക് വേണ്ടി കടക്കണിയിലൂടെ ഭവനമില്ലാതെ തലമുറയില്ലാതെ മക്കൾ വിവാഹത്തിനേക്കാൾ ജോലിയില്ലാതെ നല്ല സമ്പത്തിന്റെ കടക്കണിയിലൂടെ നീ കടന്നു പോകുന്ന മാനസികമായ പ്രതിസന്ധികൾ നിന്നെ തകർക്കുന്ന തളർത്തുന്ന നിരവധി വിഷയങ്ങൾ നടുവിൽ എല്ലാവരെയാണ് ഒരു മറുപടി കാണാതെ നീ വേദനയുടെ അനുഭവത്തിലാണോ കടന്നു പോകുന്നത്? ഇന്ന് പകൽ പരിശുദ്ധന്മാരുടെ ശക്തമായി പറയുന്ന ദൂത് എല്ലാവരെയാ ദൈവത്തിന്റെ നിയമപ്പെട്ട സത്യവേദപുസ്തകം നിന്റെ കരങ്ങൾ എടുത്തുകൊണ്ട് നിന്നെ തന്നെ ശുദ്ധീകരിച്ച് നീ ദൈവത്തിന് മുഴങ്ങാലും മുടക്കി സത്യവേദ പുസ്തകത്തിൽ ദൈവത്തിന്റെ ആത്മാവ് വിളിച്ച് ദൈവത്തിന്റെ വചനം വായിച്ച് ധ്യാനിച്ച് നീ മുഴങ്ങാലും മുടക്കി പ്രാർത്ഥിക്കുന്നെങ്കിൽ അല്ലേലിയ ഒന്ന് ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നെങ്കിൽ ദൈവം നിങ്ങളുടെ ഇടയിൽ അതിശയം പ്രവർത്തിക്കും കേട്ടോ. സഹോദരി, നിനക്ക് വേണ്ടി ദൈവം അതിശയം പ്രവർത്തിക്കും. സഹോദര, എന്നെ കേൾക്കുന്ന യുവതി യുവാവി, എന്നെ കേൾക്കുന്ന സ്നേഹിത, ദൈവം നിങ്ങളുടെ ഒരു അതിശയം പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുക. നാളുകളായി നിന്റെ കുടുംബത്തെക്കുറിച്ചുള്ള ഭാരങ്ങൾ, നാളുകളായി നിന്റെ ഭവനത്തെക്കുറിച്ചുള്ള വേദനകൾ, നിന്റെ കുടുംബ ജീവിതത്തിൽ നേരത്തെ പ്രതിസന്ധികൾ എങ്ങനെ നീങ്ങിപ്പോകും, ആരൊരു പരിഹാരം, എവിടെ ഒരു വിശ്രാമം കണ്ടെത്തുമെന്നൊക്കെ ഓർത്ത് നീ ഭാരപ്പെടും. ഇതിനെ എങ്ങനെയാ മറികട്ട, ഇതിനെ എങ്ങനെയാ ജയിക്കുമെന്ന് ഓർത്ത് നീ ഭാരപ്പെടുകയാണോ? ഇന്ന് പകൽ പരിശുദ്ധന്മാവ് പറയുകയാണ്, ഈ നിയമപ്പെട്ടെന്ന് പറഞ്ഞ സത്യവേദപുസ്തകം ജീവന്റെ വചനമാണ്, ജീവന്റെ പുസ്തകമാണ്. അതിന് നീ എടുത്തുകൊണ്ട് നീ ആമി പുരോഹിതന്മാരുടെ ഉള്ളങ്ങാൽ മാമി വർണ്ണാൻ വിളിച്ചു മാമി വെള്ളം ചിറപോലെ നിന്നതുപോലെ നീ പുസ്തകം വിശുദ്ധിയോടുകൂടി എടുക്കുമോ നീ തയ്യാറായാൽ നിന്റെ മുമ്പിൽ നിൽക്കുന്ന ഞാൻ പാവർത്തി ഭരണയോർന്നാൻ മാറിത്തരും രക്തം ചെയ്യും. നമ്മൾ വളരെ വിശുദ്ധിയോടെ ചുമക്കണം. അല്ലെലിയ അത് വെളുത്തു വീഴുന്ന ഈ പ്രഭാതം അല്ലെലിയ നമുക്കറിയാം. കഴിഞ്ഞ രാത്രി ശനിയാഴ്ച രാത്രി കഴിഞ്ഞ് ഈ നേരം വെളുത്തു വരുന്ന പ്രഭാതത്തിലേക്ക് വരുന്ന ഒരു പുതിയ ദിവസം ഞായറാഴ്ചയിലേക്കാണ്. ഈ പുതിയ ദിവസത്തിന്റെ ആരംഭം തൊട്ട് നീ വൈകിട്ട് കിടക്കാൻ പോകുന്നവരെ നിന്റെ ജീവിതത്തിൽ നീ ശുദ്ധീകരിക്കേണ്ടിയിരിക്കുന്നു. ഈ പുതിയ ദിവസം നിനക്കൊരു അനുഭവമായി അനുഗ്രഹമായി മാറട്ടെ. ഇന്നത്തെ ദിവസം നിന്റെ ജീവിതത്തിൽ സന്തോഷമായി മാറട്ടെ. ഇന്നത്തെ ദിവസം നീ ആരാധന മുടക്കാതെ, കൂട്ടായ്മ മുടക്കാതെ, ദൈവത്തോടുള്ള സാന്നിധ്യം മുടക്കാതെ, ദൈവത്തോട് മറുതലിക്ക് വെല്ലുവിളിക്കാതെ, കുടുംബത്തിനകത്ത് ഇറച്ചു വരുത്ത മുടക്കി നീ വീട്ടിനകത്തിരിക്കാതെ നീ മടങ്ങി വന്ന് ദൈവത്തെ ശ്രദ്ധിക്കുന്ന ദൈവത്തിന് നിയമപ്പെട്ട വിശുദ്ധിയോടെ നീ ചുമന്നുകൊണ്ട് ആമി നീ ദൈവസഭയിലേക്ക് നീ വരുന്നെങ്കിൽ നിന്റെ ജീവിതത്തിനകത്ത് അത്ഭുതം നടക്കും. അല്ലേ, നമുക്ക് ഈ നിയമപ്പെട്ട എടുത്തുകൊണ്ട് വരാനൊക്കെ ഭയങ്കര മടിയ, പലർക്കും ഭയങ്കര പാടാ. ഇന്ന് പുരോഹിതന്മാർ ദൈവത്തിന്റെ നിയമപ്പെട്ട 4 പേര് കൂടി ചുമക്കുക. ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ കൈകൊണ്ട് എടുക്കത്തക്കതിൽ സത്യവേദ പുസ്തകം നിയമപ്പെട്ടത് നമുക്ക് തന്നിരിക്കുന്നത്. അതുപോലും ചുമന്നുകൊണ്ട് വരാമെന്ന് പലരും മൊബൈലിൽ കണ്ട വരുന്ന അശ്ലീലം നിറഞ്ഞ, കാപട്യം നിറഞ്ഞ, അശുദ്ധി നിറഞ്ഞ, എല്ലാ മ്ലേച്ഛത നിറഞ്ഞ, എല്ലാ സെക്സ് നിറഞ്ഞ, എല്ലാ ജഡിക വ്യഭിചാര പരസംഗ അശുദ്ധി ദുഷ്കാമത്തിന്റെ പ്രവർത്തികൾ കൊണ്ട് നിറയപ്പെട്ട ജഡികമായ മൊബൈൽ ചുമന്നുകൊണ്ട് പലരും സഭായോഗത്തിൽ നിന്റെ ഇടയിൽ ഒരു അതിശയവും നടക്കത്തില്ല. നീ മൊബൈലും പിടിച്ച് ദൈവജനം വായിച്ച നിന്റെ ഇടയിൽ ഒരു അതിശയവും നടക്കത്തില്ല. എന്നെ കേൾക്കുന്ന മാതാവി പിതാവ്, എന്നെ കേൾക്കുന്ന സഹോദര യുവതി യുവാക്കന്മാരോട്ടതേ, നീ ആലയത്തിൽ വരും ദൈവത്തിന് നിയമപ്പെട്ടതും പിടിച്ചുകൊണ്ട് വരണം. അല്ലാതെ മൊബൈലും പിടിച്ചുകൊണ്ട് വന്ന് ജനങ്ങൾ മുമ്പാകെ ഇങ്ങനെ വിളിച്ച് പാട്ടുപാടാൻ, ഇങ്ങനെ ഒരു ബൈബിൾ വായിക്കും. നിന്നെ ആരാ ദൈവസഭയ്ക്കകത്ത് കയറ്റിയത്? നിനക്ക് ആരാ ദൈവസഭയിൽ ഇരിക്കാൻ അവകാശം? നിന്നെ ഭരിക്കുന്ന പാസ്റ്റർ, നിന്നെ ഭരിക്കുന്ന ഉപദേശീയത, ദൈവത്തിന് വചനത്തിന് വേദപുസ്തകം പിടിക്കേണ്ടതിന് പകരമായിട്ട് നീ മൊബൈൽ പിടിച്ച് നിന്നെ ബൈബിൾ വായിക്കാൻ സാക്ഷ്യം പറയാൻ എഴുതിപ്പിച്ച പാസ്റ്ററെ പോലും സഭയ്ക്കകത്ത് പുറത്താക്കണം. സെന്ററിന് തയ്യാറുണ്ടോ? അതിന് സെന്ററിൽ കഴിവുണ്ടോ? പ്രാപ്തിയുണ്ടോ? സെന്റർ പാസ്റ്റർമാർക്ക് ധൈര്യമുണ്ടോ? മൊബൈലും പിടിച്ചു വരുന്ന കുട്ടികളായാലും മുതിർന്നവരായാലും പാസ്റ്റർമാരായാലും സഭയ്ക്കകത്ത് ശാസിക്കാൻ, അവരെ നിയന്ത്രിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ പറയണം. അല്ലെങ്കിൽ യോശുവെ പോലെ പറയണം. പ്രൈസറോ, അല്ലെങ്കിൽ അതിന് കഴിവുള്ളവരൊന്നും ദൈവസഭയ്ക്കകത്തില്ല. അല്ലെങ്കിൽ മൊബൈൽ കൊണ്ടുവരും, മൊബൈൽ നോക്കിയെന്ന് പറഞ്ഞ് ഇവ സഭയിൽ നിന്ന് പോയാൽ എന്ത് ചെയ്യും? ദശാംശം പറഞ്ഞ് സ്വോത്ര കാഴ്ച കുറഞ്ഞാൽ, വിദേശത്തേക്കുള്ള യാത്ര കുറഞ്ഞാൽ എന്ത് ചെയ്യും? അതുകൊണ്ട് മിണ്ടാതിരിക്കുക. ദൈവം നിന്റെ ന്യായം വിധിക്കുന്ന നാളിൽ അല്ലേ മാത്രമല്ല നീ ഭൂമി വെച്ച് തന്നെ
ദൈവത്തിന്റെ വചനത്തിന് നിയമത്തിന് വ്യവസ്ഥയ്ക്കും വിരുദ്ധമായി നീ സംസാരിച്ച് ദൈവസഭയ്ക്കകത്ത് അശുദ്ധിയെ നയിക്കുകയോ നടത്തുമോ നീ വിശ്വാസികൾക്ക് അനുവാദം കൊടുത്താൽ, മൊബൈലും മറ്റു നോക്കി ബൈബിൾ വായിക്കാനും പാടുവാനൊക്കെ നീ അവസരം കൊടുത്താൽ, നിന്റെ ജീവിതത്തിൽ നീ ജീവനോട് ഇരിക്കുമ്പോൾ തന്നെ ചില മരണയോർന്നാൽ നീ നേരിടേണ്ടി വരും. പ്രൈസലോ, ചില മരണയോർമ്മ നേരിടുന്നു. നീ നിയമപ്പെട്ട അശുദ്ധിയോടുകൂടി എടുത്താൽ, അശുദ്ധിയോടെ നീ ദൈവസഭയുടെ ശുശ്രൂഷ ചെയ്താൽ മരണയോർമ്മ നിന്റെ ജീവിതത്തിൽ മാറത്തില്ല. നീ നിയമത്തിന് പെട്ടകം എടുത്തുകൊണ്ട് നിന്റെ ജീവിതത്തിൽ അതിശയം നടക്കത്തില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവി, നാം എന്നെ കേൾക്കുന്ന സഹോദരശ്വരി, ദൈവദാസന്മാരെ, പുരോഹിതന്മാരെ, അല്ലെങ്കിൽ ക്രൈസ്തവ വിഭാഗത്തോട് ക്രൈസ്തവ സമൂഹത്തിലൂടെ എല്ലാവരും പറയട്ടെ, നിങ്ങൾ ദൈവത്തിന്റെ നിയമപ്പെട്ടകം വളരെ വിശുദ്ധിയോടെ എടുക്കണം. ക്രൈസ്തവ സമൂഹത്തിന് പേടിക്കേണ്ട കാര്യമില്ല. ക്രൈസ്തവ കത്തോലിക്ക മാത്രം അങ്ങനെ പേടിക്കത്തില്ല, കത്തോലിക്ക അങ്ങനെ പേടിക്കണ്ട. കാരണം അവർക്ക് ബൈബിൾ കൊണ്ടുപോകണ്ട, അവർക്ക് രാവിലെ എഴുതിയിട്ട് അങ്ങ് പോയാൽ മതി. എൻ്റെ ഒരു രാവിലെ എഴുതിയിട്ട് പോയാൽ മതി. അതുകൊണ്ട് നിയമപ്പെട്ടൊന്നും എടുക്കേണ്ട കാര്യം അവിടെ പോയി നിന്ന് തോന്നുന്നു. അതുകൊണ്ട് അവർക്ക് ഇതിനകത്ത് ഒഴിവുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്, എൻ്റെ ചിന്തയാണ് കേട്ടോ. എൻ്റെ ഒരു ബാക്കിയുള്ളവരുണ്ട് രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ട് അഭിഷേകമുണ്ട്, വിശ്വാസമുണ്ട്, പ്രത്യാശയുണ്ട്, ദൈവത്തിന്റെ മക്കളാണ്, വേർപെട്ട കൂട്ടമാണെന്ന് പറഞ്ഞ് നിൽക്കുന്ന നീ ഉണ്ടല്ലോ. ദൈവത്തിന്റെ നിയമപ്പെട്ടവ് എടുത്തുകൊണ്ടാണ് വരേണ്ടത്. ദൈവത്തിന്റെ നിയമപ്പെട്ടവ് എടുത്തുകൊണ്ട് വരണമല്ലോ. സത്യവേദപുസ്തകത്തിന്റെ കരങ്ങൾ കൊണ്ട് വിശുദ്ധിയോടെ എടുത്തുകൊണ്ട് നീ ദൈവസഭയിൽ കടന്നു വന്ന് പിതാപുത്ര പരിശുദ്ധന്മാർ സാക്ഷി നിൽക്കുമ്പോൾ തുറക്കപ്പെട്ട സ്വർഗത്തിന്റെ കീഴിൽ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ദൈവസഭയ്ക്കകത്ത് കൂടി വരുന്ന ദൈവമക്കളുടെ സത്യവേദപുസ്തകം, ദൈവത്തിന്റെ നിയമപ്പെട്ടകം ഭയം കൂടാതെ നിവർത്തി പിടിച്ച് നീ ദൈവത്തിന്റെ വചനം വായിച്ച് ശുശ്രൂഷിക്കുമ്പോൾ ദൈവം നിന്റെ മുമ്പിൽ നിൽക്കുന്ന മറയോർദാനെ മാറ്റി തരും. ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ നാം മറയോർദാനെ മാറ്റിയില്ലേ, നിന്റെ മുമ്പിൽ മാറ്റി തരും കേട്ടോ. ദൈവം വിശുദ്ധ. അപ്പോൾ ഈ പുതിയ പ്രഭാതം എന്നൊക്കെ പറയുന്നത് ദൈവത്തെ വിശുദ്ധമായിട്ട് ആരാധിക്കണം, ദൈവത്തെ വിശുദ്ധിയോടെ ആരാധിക്കണം, ദൈവത്തെ പരിഭാവനയിലൂടെ അതിന്റെ പവിത്രതയ്ക്കനുസരിച്ച് ദൈവത്തെ ആരാധിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവം ഇവിടെ നമ്മുടെ ദൈവം കരുണയുള്ള ദൈവമാണ്. നമ്മുടെ ദൈവം മനസ്സലിയുള്ള ദൈവം. കലപ്പയ്ക്ക് കൈവച്ചിട്ട് പുറകോട്ട് നോക്കുന്നവൻ ആരും ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവനല്ല എന്നാണ് വേദപുസ്തകം പറയുന്നത്. അതിനെ കേൾക്കുന്ന നിങ്ങളുടെ ഇടയിൽ ദൈവം അത്ഭുതങ്ങളും അതിശയങ്ങളും ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ജീവനുള്ളവരുടെ ദേശത്തിൽ നിങ്ങളെ തന്നെ നിലനിർത്തിയത് എത്ര ശ്രേഷ്ഠമാണ്. എന്നെ കേൾക്കുന്ന മാനവ, ജീവനുള്ളവരുടെ ദേശത്ത് ദൈവം നിന്നെ നിലനിർത്തിയിൽ ഈ പ്രഭാതത്തിൽ നിന്നെ എഴുന്നേൽപ്പാൻ ദൈവം അനുവദിച്ച് ജീവനുള്ള ദേശത്ത് ഒരു സാക്ഷ്യമായി നിർത്തുവാൻ ദൈവം നിന്നോട് കരുണ കാണിച്ചില്ലേ. അതുകൊണ്ട് എന്നെ കേൾക്കാം, ദൈവത്തിന്റെ കൃപയാണ്. സുഖവും ബലവും ആരോഗ്യവും നിനക്ക് നൽകിയില്ലേ, ദൈവം നിന്നെ സൂക്ഷിച്ചില്ലേ. ഹല്ലേലൂയ. ആദാമിന്റെ കരുണയല്ലേ. ആകയാൽ ഈ പുതിയ ദിവസത്തിൽ, ഈ കർത്തൃദിനത്തിൽ, ഈ ഞായറാഴ്ചയിൽ ഹല്ലേലൂയ നീ ആലയത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. നീ ആലയത്തിലേക്ക് വരുന്നതിന് മുമ്പ്, ശുശ്രൂഷയ്ക്ക് വരുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഒരുങ്ങുന്നതിന് മുമ്പ് നീ ദൈവസന്നിധി പ്രാർത്ഥിക്കണം. ദൈവസന്നിധി പ്രാർത്ഥിച്ചിട്ട് കർത്താവിന്റെ പാദപീഠത്തിലിരുന്ന് മറിയ ദൈവവചനം കേട്ടതുപോലെ, നല്ലതവൾ തിരഞ്ഞെടുത്തതുപോലെ രാവിലെ ദൈവസന്നിധിയിരുന്ന് ദൈവസന്നിധി വചനം വായിച്ച് നല്ലത് തിരഞ്ഞെടുക്കണം. നല്ല ചിന്തകൾ, നല്ല ആലോചന തിരഞ്ഞെടുക്കണം. പ്രൈസലോ. ചിലരൊക്കെ ഒരു ശുശ്രൂഷ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ദൈവസഭയിൽ 5 മിനിറ്റ് ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ട് വേദപുസ്തകം തിരിച്ചും മറിഞ്ഞെല്ലാം നോക്കും. ഒരു കുറിവാക്യം കിട്ടണ്ടേ, എൻ്റെ ഒരു കുറിവാക്യം കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ തപ്പും ഇവിടെ തപ്പും, അങ്ങോട്ട് നോക്കും, പഴയ നിയമം മുഴുവൻ നോക്കും, പുതിയ നിയമം നോക്കും, ഒന്ന് നോക്കും, അത് ഇഷ്ടപ്പെടില്ല, വേറെ നോക്കും, അത് ഇഷ്ടപ്പെടത്തില്ല. അങ്ങനെ എന്തുകൊണ്ടാണ് നീ ദൈവത്തിന്റെ പാദപീഠത്തിലിരുന്ന് യഥാർത്ഥമായി വചനം ധ്യാനിക്കാത്തതുകൊണ്ട്, വചനത്തിൽ നീ ശ്രദ്ധിക്കാത്തത് കൊണ്ട് നിനക്ക് പ്രസംഗിക്കാൻ പോലും വാക്യം കിട്ടുന്നില്ല. എന്തുകൊണ്ടാണ്? നിയമപ്പെട്ടകം വിശുദ്ധിയോടും കൂടി എടുക്കുവാൻ നിനക്ക് കഴിയാത്തത് കൊണ്ട്, ഒരു പാദപീഠത്തിൽ ഇരിക്കുക കഴിയാത്തത് കൊണ്ടും ഹല്ലേലൂയ നിനക്കൊരു വചനം വെളിപ്പെടുന്നില്ല. എന്നാൽ യഹോവയായ ദൈവം യോശുവയോട് പറഞ്ഞു, യോശുവേ, നീ നിന്റെ കൂടെയുള്ള ജനങ്ങളും 3 ദിവസം യോർദാൻ കരയിലിരിക്കണം. ഹല്ലേലൂയ. 3 ദിവസം യോർദാന്റെ കരയിൽ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ദൈവം യോശുവയ്ക്ക് ചില വെളിപ്പാട് കൊടുത്തു. ആ വെളിപ്പാട് നിന്നെ ഞാൻ ഇസ്രായേൽ മക്കളുടെ നടുവിൽ വലിയവനാക്കാൻ തുടങ്ങും. അതെ, നീ ദൈവത്തിന്റെ പാദപീഠത്തിന് വചനം കേൾക്കണം കേട്ടോ. അല്ലാതെ അല്ലെങ്കിൽ 6 മാസം 4 മാസം എന്ന് പറഞ്ഞ് നടക്കുന്നത് പോലെ ശുശ്രൂഷ എന്ന് പറഞ്ഞ് മാത്രം നടക്കാതെ ദൈവവചനം വായിക്കാനും ധ്യാനിക്കുവാനും പുതിയ ആലോചനകൾ, പുതിയ ചിന്തകൾ കണ്ടെത്തുവാൻ നീ തയ്യാറാകണം. അല്ലെങ്കിൽ നിന്റെ ഹൃദയം വിശുദ്ധമായിരിക്കണം. ആശുദ്ധിയുള്ള ഹൃദയത്തിനകത്ത് ദൈവവചനത്തിന്റെ വെളിപ്പാട് കിട്ടത്തില്ല. തമ്മിത്തലും കലാശവും കൊട്ടിക്കലാശവും ഒക്കെയുള്ള ഭവനത്തിനകത്തും തമ്മിലിടിക്കുന്ന ഭവനത്തിനകത്തും കാപം നിൽക്കുന്ന ഭവനത്തിനകത്തും ഒന്നും ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയത്തില്ല. ദൈവം പ്രവർത്തിക്കുന്നത് ശുദ്ധിയുള്ളിടത്താണ്.
ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾ ഹൃദയപൂർവ്വം നീരുന്ന ദൈവത്തെ സ്തുതിക്കണം. ആമേൻ. സ്തുതിക്ക് യോഗ്യനും മാന്യവും മാനവും മഹത്വവും ഒക്കെ പ്രാപിപ്പാൻ നമ്മുടെ ദൈവമാണ് ശക്തൻ. സ്തുതിയും ബലവും മഹത്വവും അല്ലെങ്കിൽ ബഹുമാനവും ഒക്കെ യാമി പ്രാപിക്കാൻ യോഗ്യനാരാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. അതുകൊണ്ട് എനിക്ക് യോശുവ ജനത്തോട് നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പിൻ, യഹോവ നാളെ നിങ്ങളുടെ അതിശയം പ്രവർത്തിക്കുമെന്ന് പറഞ്ഞു. 40 സംവത്സരം മരുഭൂമിയിലൂടെ നാം വഴി നടന്ന വന്ന ഇസ്രായേൽ കാനാന്റെ ആമി പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ തങ്ങളെ തന്നെ ശുദ്ധീകരിക്കണമായിരുന്നു. 40 വർഷം നടന്ന് അല്ലേ? 40 വർഷത്തെ നടപ്പ വണ്ടിയിലല്ലേ കേട്ടോ. വണ്ടിയിലല്ല ഇന്നത്തെ ആഡംബര കാറുകളും വില കൂടിയ കാറുകളൊന്നും അല്ല. വെടിയുണ്ട കയറാത്ത കാറുകളൊന്നും അല്ല. നടക്കുകയാണ്. അല്ലല്ലിയ. അതൊക്കെ അന്നത്തെ കാലഘട്ടത്തിൽ വന്യമൃഗങ്ങളൊക്കെ ഉണ്ടല്ലോ. അല്ലല്ലിയ. ഇഴജാതികളൊക്കെ ഉണ്ടല്ലോ. വന്യമൃഗങ്ങൾ, ഇഴജാതികൾ, എന്ത് വേണ്ട എല്ലാം ഉള്ളതിന്റെ നടുവിലും 40 വർഷം ഇസ്രായേൽ നടക്കുമ്പോൾ അവരിൽ ഒന്നിനു കൂടി കേടുവരാതെ കുറവ് വരാതെ അവരെ നടത്തിക്കൊണ്ടുപോകുന്ന ഒരു ദൈവം. അങ്ങനെ അവർ വാഗ്ദത്ത കാനാന്റെ അരികിലെത്തി. കാനാന്റെ അരികിലേക്ക് എത്തി. വാഗ്ദത്ത ദേശത്ത് നീ കാല് വെക്കണമെങ്കിൽ നിന്നെ തന്നെ ശുദ്ധീകരിക്കണം. അങ്ങനെ ഇസ്രായേൽ മക്കൾ വാഗ്ദത്ത ദേശമായിരിക്കുന്ന കനാനിലേക്ക് കാലുവെക്കുവാൻ വേണ്ടി ഒരു മറയോർന്നാൻ കിടക്കണം. ഉപവാസം ആവശ്യം എന്ന് പറഞ്ഞതുപോലെ എന്നെ കേൾക്കുന്ന സ്നേഹിക്കുന്ന പുതിയ യെരൂശലേമായിരിക്കുന്ന കനാൻ ദൈവമക്കൾക്ക് വാഗ്ദത്ത കനാനല്ല, ആശ്ചര്യമേ കനാനല്ല, സ്വർഗീയ കനാനാണ്. ആ സ്വർഗീയ കനാലിലേക്ക് നീ പ്രവേശിപ്പാൻ നിന്റെ കാല് കുത്തണമെങ്കിൽ, നിന്റെ കാല് വെക്കണമെങ്കിൽ, നീ അവിടെ എത്തണമെങ്കിൽ ഈ ഭൂമിയിൽ വെച്ച് തന്നെ നിന്റെ മുമ്പിൽ നിൽക്കുന്ന മരണയോർന്നാൻ അതിനെ നീ വിഭജിക്കണമെങ്കിൽ നിന്നെ തന്നെ വിശുദ്ധീകരിക്കണം. നിന്റെ കുടുംബത്തിനകത്തെ മരണയോർന്നാന്റെ അനുഭവങ്ങൾ, പല കുടുംബങ്ങളും മരണയോർന്നാനെ പോരാ. ഭാര്യയും ഭർത്താവിന്റെ നടുവിൽ ഒരു മരണയോർന്നാൻ നിൽക്കുക. അല്ലേറിയ എന്താ സംഭവിക്കുന്നത് പറയാൻ പറ്റത്തില്ല. അപ്പനും മക്കളും അങ്ങനെ തന്നെയാ, അമ്മായിയും മരുമോളും അങ്ങനെ, സഹോദരന്മാർ എല്ലാം ഒരു മരണയോർന്നാൻ നിന്റെ കുടുംബത്തെ വേട്ടയാടുന്നു. എന്നെ കേൾക്കുന്ന സഹോദര ഒരു മരണയോർന്ന നിന്റെ കുടുംബത്തെ വേട്ടയാടുന്നു. ആ സ്വർഗീയ കനാലിലേക്ക് കാലുകുത്തുവാൻ കഴിയാതെ വണ്ണം നിന്നെ അകറ്റിക്കളയുന്ന ദുഷ്ട ജന്തുവിന്റെ കയ്യിൽ നിന്ന്, ശത്രുവിന്റെ കയ്യിൽ നിന്ന് ഇന്ന് പകൽ നിന്നെ ശുദ്ധീകരിക്കണം കേട്ടോ. ഹല്ലേലൂയ. ദൈവസഭയ്ക്കകത്ത് വന്ന് കൈയടിച്ച് പാട്ടുപാടി അനിഭാഷ പറഞ്ഞു അങ്ങ് പോയിട്ട് കാര്യമില്ല. എഴുന്നേറ്റ് സാക്ഷ്യം പറഞ്ഞ് സാക്ഷ്യം പറയാനൊക്കെ അങ്ങോട്ട് എഴുന്നേറ്റ് നിന്ന് ചിലരെ കൊണ്ട് വാങ്ങി അങ്ങ് അഴിച്ചുവിടുന്ന കണ്ടു കഴിഞ്ഞാൽ ആമി സ്തോത്രം. ഈ പച്ചക്കറി ആമി നെല്ലിക്കച്ചാക്കരെ കൂത്ത് പൊട്ടിക്കുന്നത് പോലെ എന്താ പറയേണ്ടത് അവർക്ക് തന്നെ അറിയത്തില്ല. സാക്ഷ്യം പറഞ്ഞ ദൈവം കഴിഞ്ഞ ഒരാഴ്ച നടത്തിയ വിധങ്ങളൊന്ന് പറഞ്ഞ് ഒരു 2 മിനിറ്റ് ഉണ്ടെങ്കിൽ ഇരുന്നാൽ മതി. പക്ഷെ ചെല്ലക്കും കൊണ്ട് 2 മിനിറ്റും പോലെ 5 മിനിറ്റും പോലെ 10-15 മിനിറ്റ് സാക്ഷ്യത്തിൽ പ്രസംഗിക്കുക. അന്തം ആമി വാലും തലയില്ലാത്തത് പോലെ പറയുന്നത്. വാലും തലയില്ലാത്ത സാക്ഷ്യം പറയാൻ അനവധി വിശ്വാസികളുണ്ടെന്ന്. എന്താണ് അവർ പറഞ്ഞുകൊണ്ട് എന്താ അവർക്ക് പറയുന്ന അറിയത്തില്ല. അവരെ വീട്ടിലെ ഞാൻ ഉപ്പുയരുടെ തൊട്ട് സകലവും പറയും. അല്ലേരിയ. അവർ തിന്നതും കുടിച്ചതും പോയതും വന്നതും മുറ്റത്ത് പട്ടി വന്നതും കുരച്ചും പുറകിൽ കൂടെ പട്ടി വന്നതും കുരച്ചതും അതിലെ പാമ്പ് ഇതിലെ പാമ്പ് അതിലെ പൂച്ചയാടി ഇതിലെ ജാവാൻ പാവച്ചയാടി എന്ന് വേണ്ട എന്തെല്ലാം കോക്രായങ്ങളാണ് സഭയ്ക്കകത്ത് പറയുന്നത്. നിന്നെ തന്നെ ശുദ്ധീകരിക്കാൻ ദൈവസഭ അശുദ്ധമായി സംസാരിക്കാൻ അല്ല വിളിച്ചിരിക്കുന്നത് കേട്ടോ. ദൈവസഭ വിശുദ്ധിയോടെയാ. അല്ലേ എന്നെ കേൾക്കുന്ന മാതാപിത നീ എന്താ സഭയ്ക്കകത്ത് വന്ന് പറയുന്നത്? നിന്റെ എന്താ സാക്ഷി? നിനക്ക് സാക്ഷ്യമില്ലല്ലോ. നിനക്ക് സാക്ഷ്യം പറയാൻ പോലും ഇല്ല. നീ പിന്നെ എഴുന്നേറ്റ് സഭയുടെ സമയത്തെ നീ അപകരിക്കരുത് കേട്ടോ. സഭയുടെ സമയത്തെ അപകരിക്കുന്ന, സാക്ഷ്യത്തിന്റെ സമയത്തെ അപകരിക്കുന്ന ചില വിരുദ്ധന്മാരുണ്ട്. ചില അച്ചായന്മാരും ചില യൗവനക്കാരും ചില സഹോദരിമാരും അമ്മച്ചിമാരും ഒക്കെ ഉണ്ട്. ദൈവം നിന്നെ ന്യായം വിധിക്കും കേട്ടോ. നീ സഭയ്ക്കകത്ത് ഒരു മരണയോർദാനാകരുത്. സഭയ്ക്കകത്ത് നീ ഒരു മരണയോർദാനാകരുത്. സഭയ്ക്കകത്ത് ദൈവത്തിന്റെ പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ ഉള്ളങ്കാൽ മരണയോർദാൻ വെച്ചപ്പോൾ മരണയോർദാൻ 2ആയിട്ട് തിരിഞ്ഞതുപോലെ നിന്റെ കയ്യിലിരിക്കുന്ന പെട്ടകത്തിന്റെ വില നീ തിരിച്ചറിയണം. പ്രൈസറോ. ഹല്ലേലൂയ. അതുകൊണ്ട് അല്ലെങ്കിൽ യോശുവ പറയണം, നിങ്ങളെ മരുഭൂമിയിൽ നടത്തിക്കൊണ്ടുവന്ന ദൈവം നിങ്ങൾ കനാലിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുന്ന ആവശ്യമാണ്. അബ്രഹാമിനെ ശുദ്ധീകരിച്ചപ്പോൾ യോർദാൻ ചിറ പോലെ നിന്നു. ഹല്ലേലൂയ. ആ 3 ദിവസത്തെ ഉപവാസമുണ്ട്. യോശുവ യോർദാന്റെ കരയിൽ 3 ദിവസം ഇരുന്നത് ഉപവാസമാണ്. ആ 3 ദിവസം ഉപവാസം കൊണ്ട് എന്ത് ചെയ്തു? മരണയോർദാൻ ചിറ പോലെ നമുക്ക് പ്രതീക്ഷിക്കാതെ ചിന്തിക്കാതെ പറ്റുമോ? ഇന്നത്തെ ഏതെങ്കിലും പാസം യോശുവയുടെ സ്ഥാനത്ത് ഏതെങ്കിലും പാസന്മാരെ നിർത്തി ഇതുപോലെ 3 ദിവസം ഉപവസിച്ച് ഇതുപോലെ മരണയോർദാൻ വിഭാഗിച്ച് നിൽക്കുന്നത് കാണിക്കാൻ കഴിയുമോ?
ഒരിടത്തുനിന്ന് കാണിക്കത്തില്ല. കാരണം ദൈവസഭ മുഴുവൻ അശുദ്ധിയിൽ നിറയപ്പെട്ടു. ദൈവസഭയ്ക്കകത്ത് മുഴുവൻ രാഷ്ട്രീയമായി, ദൈവസഭയ്ക്കകത്ത് ജനാധിപത്യം, മതാധിപത്യം, ഏകാധിപത്യം, രാഷ്ട്രീയാധിപത്യം, ധനാധിപത്യം, പുത്രമാതിരിത്വം, അതുപോലെ അങ്ങനെ എല്ലാം നിറയപ്പെട്ട സഭ അശുദ്ധമായി. സഭയ്ക്കകത്ത് ദൈവാധിപത്യമില്ല. ദൈവാധിപത്യമുള്ള സഭയിൽ മാത്രമേ അതിശയം നടക്കത്തുള്ളൂ. ദൈവാധിപത്യമുള്ള കുടുംബത്തിൽ മാത്രമേ അതിശയം നടക്കത്തുള്ളൂ. ദൈവത്തിന്റെ മന്ദിരമായി നിന്റെ ജീവിതത്തിലും വിശുദ്ധി പാലിക്കുന്നെങ്കിൽ മാത്രമേ അതിശയം നടക്കത്തുള്ളൂ. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ഉള്ളിൽ ഈ മരണയോർദാൻ അല്ലെങ്കിൽ ചിറ പോലെ നിന്നതുപോലെ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന മരണയോർദാനെ നമ്മൾ നീക്കണം. പ്രാർത്ഥന ആവശ്യമുള്ള കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ മുമ്പിൽ ഒരു മരണയോർദാനുണ്ട്. എന്തിനാ? നിന്നെ സ്വർഗീയ കാനാനിലേക്ക് വിടുവാൻ കഴിയാതുള്ള സാത്താൻ മരണയോർദാന് സമാനമായ അനുഭൂതി, പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ നിന്റെ ജീവിതത്തിൽ കൊണ്ടയിട്ട് നിന്നെ വേട്ടയാടാൻ തുടങ്ങും. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഈ പുതിയ ദിവസം, ഈ കത്ര ദിവസം, ഈ ഞായറാഴ്ച ആകിയാൽ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കണം. അപ്പോൾ വരാൻ പോകുന്ന ഈ ദിവസത്തിൽ നിങ്ങൾക്ക് അത്ഭുതങ്ങളും അതിശയങ്ങളും നടക്കും. ഇന്ന് പകൽ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുന്നെങ്കിൽ ഇന്ന് പകൽ നിന്റെ ആരാധനയ്ക്കകത്ത് തന്നെ അത്ഭുതങ്ങളും അതിശയം നടക്കും. ദൈവത്തിന്റെ ദാസിയെ നിന്റെ സഭയെ നീ ശുദ്ധീകരിച്ചുകൊണ്ട് വിശുദ്ധീകരിച്ചുകൊണ്ടാണോ നീ നിൽക്കുന്നതെങ്കിൽ ഇന്ന് പകൽ നിന്റെ സഭയ്ക്കകത്ത് അതിശയങ്ങളും അത്ഭുതങ്ങളും നടക്കും. എന്നെ കേൾക്കുന്ന ദൈവമക്കളുടെ ദൈവദാസന്മാരുടെ പറയാം, നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ചുകൊണ്ടാണോ നിങ്ങൾ ദൈവസഭയ്ക്കകത്ത് ശുശ്രൂഷിക്കാൻ എഴുന്നേക്കുന്നതെങ്കിൽ, ദൈവസഭയ്ക്കകത്ത് വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, മരണയോർദാൻ ചിറപോലെ നിന്നതുപോലെ നീ ദൈവത്തിന്റെ പെട്ടവും എഴുന്നേറ്റ് ഫുട്പറ്റി നിൽക്കുമ്പോൾ തന്നെ നിനക്ക് മുമ്പിൽ നിൽക്കുന്ന യോർദാൻ മാറി അതിശയങ്ങളും അത്ഭുതങ്ങളും സഭയ്ക്കകത്ത് നടക്കാൻ തുടങ്ങും. ഇന്നത്തെ ദൈവദാസന്മാര്, ഇന്നത്തെ പാസ്റ്റർമാരും വിശ്വാസികളും ഉപദേശികളും ഒക്കെ ഈ പുരോഹിതന്മാരൊക്കെ എല്ലാ ഭാഗത്തും ഞാൻ പറയട്ടെ, അവർ ഈ ദൈവത്തിന്റെ വെട്ടവുമായിട്ട് എഴുന്നേറ്റ് പുൾപ്പിറ്റിന് മുമ്പിൽ കാലുകുത്തി കഴിഞ്ഞപ്പോൾ ഒരു അതിശയം, ഒരു അത്ഭുതമില്ല. പിന്നെ തമ്മിൽ കുത്തും തമ്മിത്തല്ലും ഒക്കെയായി മാറി. പിന്നെ പൊട്ടച്ചൊല്ലും കളിവാക്കും, മനോരമ വാർത്ത വായിച്ചതും, ദീപിക വായിച്ചതും, കൗമുദി വായിച്ചതും, മാധ്യമത്തിൽ വായിച്ചതും, ബാലരമ വായിച്ചതും, TV കണ്ടതും, പന്ത് കളി കണ്ടതും, എന്തെല്ലാം സഭയ്ക്കകത്തുള്ളത്. ഇപ്പോഴത്തെ ദൈവദാസന്മാർ കഴിഞ്ഞ ഒരു ദിവസം പറയുക, ഇവിടെ സഭയെ പാസ് മുഴുവൻ പന്ത് കളിയെ കുറിച്ചാണ് പറയുന്നത്. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ദാസനെ ഉപദേശിയെ, നീ പന്ത് കളിയെ കുറിച്ച് പറയാനല്ല ദൈവസഭയെ നിന്നെ വിളിച്ചത്. പന്ത് കളിക്കട്ടെ, അവിടെ അവൻ പോയിരുന്ന് കളിക്കട്ടെ. നിന്നെ സഭയ്ക്കകത്ത് പന്ത് കളിക്കാനല്ല വിളിച്ചത്. നീ സഭയെ വിശ്വാസത്തെ പന്ത് തട്ടി കളിക്കുന്ന പന്ത് കളിപ്പിക്കണം. സഭയെ നീ വിശ്വാസത്തെ ബാലന്മ പത്രം വായിക്കാൻ പഠിപ്പിക്കണം. ചരമ്പോളം വായിക്കാൻ നീ പഠിപ്പിക്കണം. സ്വാമി പത്രം ന്യൂസ് അല്ല നിന്നോട് വായിക്കാൻ സഭയ്ക്കകത്ത് നിന്നെ കൊണ്ടുവന്നത്. ദൈവത്തിന്റെ പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ ഉള്ളങ്കാൽ അല്ലെങ്കിൽ യോർദാനിൽ വെച്ചോലെ നീ ദൈവത്തിന്റെ പെട്ടകമാ ചുമക്കേണ്ടത്. അതിനകത്ത് നിനക്ക് പ്രസംഗിക്കാനുള്ള വിഷയമുണ്ട്. ജീവന്റെ വചനം അതിനകത്തുണ്ട്. അല്ലാതെ ഇവിടെ നടക്കുന്ന പന്തുകളെ കുറിച്ച് നീ പ്രസംഗിക്കുന്ന നിന്നെ പോലെ മൂടനായ ഒരു ഉപദേശി ഇല്ലേ? പന്തുകളെ കുറിച്ച് നാട്ടുവിശേഷം പറയാ സഭയ്ക്കകത്ത് പോകുന്നത്. പ്രൈസറോ, നിങ്ങളെയൊക്കെ സഭയ്ക്കകത്താക്കിയ ഇവിടുത്തെ ഡിനോമിനേഷനുകളൊക്കെ വേണം പറയാൻ. പ്രൈസറോ, മാനസാന്തരപ്പെടണം കേട്ടോ. നിനക്ക് മുമ്പിൽ യോർദാൻ, നിന്റെ മുമ്പിൽ നിൽക്കുന്ന വിശ്വാസികൾ, മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ, കൗമാരക്കാർ, അവർ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാ, ഒരുപാട് പ്രതിസന്ധികൾ അനുഭവിക്കുന്നവരാ. ഈ കാലഘട്ടം വല്ലാത്തൊരു അനുഭവമാണ്. ഈ ലോകമാകുന്ന സമുദ്രം വലിയ വെള്ളം കൂടി ഈ ലോകമാകുന്ന സമുദ്രം ഈ ലോകമാകുന്ന സമുദ്രമുണ്ട്. ഇതിനകത്ത് ഒരുപാട് അശുദ്ധി കൊണ്ട് നിറയപ്പെട്ടതാ. അതിന്റെ നടുവിലൂടെ നമ്മുടെ ബാല്യക്കാരും കൗമാരക്കാരും യൗവനക്കാരും ബാക്കി നടക്കുന്നതിന് അവരെ ശുദ്ധീകരിക്കുവാൻ നീ ദൈവത്തിന്റെ നിയമപ്പെട്ട കൊടുത്ത് നിന്നെ ശുദ്ധീകരിച്ച് ആ നിയമപ്പെട്ടകത്തിനകത്തുള്ള ജീവന്റെ വചനം നീ അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ആ വചനത്തിന്റെ സഭയ്ക്കകത്തിരിക്കുന്ന ദൈവത്തിന്റെ മന്ദിരമാകുന്ന ദൈവമക്കളാകുന്ന ശരീരത്തിൽ അത്ഭുതങ്ങളും അതിശയം മാത്രമല്ല നിന്റെ ആത്മീയജീവിതത്തിൽ ഭൗതിക ജീവിതത്തിൽ സംഭവിക്കും. പ്രൈസറോ, മാനസാന്തരപ്പെടണം കേട്ടോ. അതുകൊണ്ട് യോശുവ പറയാണ്, ഹല്ലേലൂയ, അതിനെന്ത് ചെയ്യണം? നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കണം. നിങ്ങളുടെ അത്ഭുത അതിശയങ്ങൾ ഇസ്രായേലിയുടെ ജയവീരൻ നിങ്ങൾക്ക് മുമ്പേ പോയിക്കൊണ്ടിരിക്കണം. ഇസ്രായേലിന്റെ ജയവീരനായിരിക്കുന്ന ജയഗാംഭീര്യ വീരനായിരിക്കുന്ന യഹോവയായ ദൈവം സാഹചര്യത്തിന് മുമ്പേ പോയിക്കൊണ്ടിരുന്നത് പോലെ ഈ കാലഘട്ടത്തിൽ എന്നെ കേൾക്കുന്ന സ്നേഹിത, നമ്മുടെ ജയവീരനായിരിക്കുന്ന കർത്താവ് നമുക്ക് മുമ്പേ യാത്ര ചെയ്യണം. അതുകൊണ്ടാണ് മത്തായി 6:33 വാക്യം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, മുമ്പേ അവന്റെ രാജ്യവും നീതി അന്വേഷിക്കണം. പ്രൈസറോ, മുമ്പേ അവന്റെ രാജ്യനീതി അന്വേഷിക്കണം. യോർദാൻ കടക്കണമെങ്കിൽ മുമ്പേ അവന്റെ രാജ്യനീതി അന്വേഷിക്കണമെന്ന് യോശുവയ്ക്ക് മനസ്സിലായി കഴിഞ്ഞപ്പോൾ യോശുവ ജനത്തോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ താമസിച്ച് നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കണം. മുമ്പേ അവന്റെ രാജ്യനീതി യോശുവ അന്വേഷിച്ചപ്പോൾ എന്ത് ചെയ്തു? യോശുവയുടെ ജീവിതത്തിൽ ദൈവം ചില അത്ഭുതങ്ങൾ ജീവൻ തുടങ്ങി.
ദൈവജനങ്ങളെ നിങ്ങൾ യോശുവയുടെ പുസ്തകം 3-ാം വായിച്ച് ഇതൊക്കെ കാണാൻ കഴിയും കേട്ടോ. അല്ലെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് ദൈവം പണം ഉണ്ടാക്കാൻ വേണ്ടി പ്രസംഗിക്കുകയല്ല, പണം ഉണ്ടാക്കാൻ വേണ്ടി, പണത്തിന് വേണ്ടിയിട്ടല്ല, ധനത്തിന് വേണ്ടിയിട്ടല്ല സുവിശേഷം പ്രസംഗിക്കേണ്ടത്. ജീവനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്ന, മറ്റുള്ളവർക്ക് രക്ഷ പകർന്നു കൊടുക്കുന്ന, മറ്റുള്ളവർ മാനസാന്തരം പകർന്നു കൊടുക്കുക, ഉടനെ പാപത്തിൽ നിന്ന് വിടുവിക്കേണ്ടി വരാം. മരണയോർന്നാൻ സമാനമായ വിഷയത്തിൽ കടന്നു പോകുന്ന ചിലരെ വിടുവിച്ച സ്വർഗ്ഗകാരനിലേക്ക് പ്രവേശിപ്പാൻ വഴികാട്ടിയാണ് ദൈവത്തിന് ശുശ്രൂഷ എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ ദൈവശുശ്രൂഷയ്ക്കകത്ത് ലോകത്തെക്കുറിച്ചല്ല പറയേണ്ടത്, രാഷ്ട്രീയക്കാരെ കുറിച്ചല്ല പറയേണ്ടത്. അല്ലെങ്കിൽ ചോരയുടെ മണമുള്ള ചോര ചുരിയിച്ചത് രാഷ്ട്രീയക്കാരെ അല്ല സഭയ്ക്കകത്ത് പ്രസംഗിക്കേണ്ടത്, അവരല്ല ദൈവസഭയിൽ വന്ന് നിൽക്കേണ്ടത്, അവരല്ല നമ്മുടെ കൺവെൻഷൻ സ്റ്റേജിൽ നിൽക്കേണ്ടത്. ദാവീദ് ദൈവത്തിന്റെ ആലയം പണിയുവാൻ തീരുമാനിച്ചു. തീരുമാനിച്ചപ്പോൾ യഹോവയെ ദൈവം പറഞ്ഞു, നീ യുദ്ധവീരനാ, യോദ്ധാവാ, നീ അനവധി ആളുകളെ രക്തം ചൊരിയിച്ചിട്ടാണ്. ദൈവത്തിന്റെ ആലയം പണിയുവാൻ നിനക്ക് പറ്റില്ല, നിന്നെ അങ്ങോട്ട് പണിയിപ്പിക്കുന്നില്ല. അതുകൊണ്ട് നിന്റെ മകനായി ശലോമോനത് പണിയട്ടെ. അത് രക്തം ചൊരിഞ്ഞവന്റെ ആലയം പണിയുവാൻ ദൈവം അനുവദിച്ചില്ല, അവന്റെ പകരായി അവൻ ശലോമോൻ ആലയം പണിതു എന്ന് പറഞ്ഞ് രക്തം ചൊരിയിച്ചിട്ടുള്ള നേതാക്കന്മാരുടെ കാൽ ദൈവസഭയ്ക്കകത്ത് കുത്തരുത്. അല്ലെങ്കിൽ അവർ മാനസാന്തരപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. അവർ മാനസാന്തരപ്പെട്ട് കർത്താവ് യേശുവിനെ രക്ഷിതാവും പിതാവായി സ്വീകരിച്ച് ദൈവകൽപ്പന സ്വീകരിച്ച് രാഷ്ട്രീയമൊക്കെ വിട്ടിട്ട് മടങ്ങി വന്ന് ദൈവസഭയിൽ പ്രസംഗിപ്പാൻ നീ അവസരം കൊടുക്കുക. എൻ്റെ അല്ലാതെ സഭയ്ക്ക് മുതൽക്കൂട്ടുണ്ടാകുമെന്ന് പറഞ്ഞ് രാഷ്ട്രീയക്കാരെ അല്ല കയറ്റി നിർത്തേണ്ടത്. പ്രൈസലോ, യോശുവെ കണ്ടുപിടിക്കേ. അല്ലേലൂയ. അപ്പൊ ഇവിടെ ദൈവത്തിന് വചനം, യോശുവയുടെ കാലത്ത് ഇസ്രായേലിന്റെ മുമ്പായി യോർദാന്റെ പെരുവെള്ളം പാഞ്ഞുകൊണ്ടിരുന്ന യോശുവയുടെ കാലഘട്ടത്തിൽ ഇസ്രായേലിന് മുമ്പായി അല്ലേലൂയ ആ യോർദാനിലെ പെരുവെള്ളം പാഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുക, നിലനിൽക്കാത്ത ഒഴുക്ക, കരകവിഞ്ഞൊഴുക്ക. ആ ഒഴുക്കിനെ കണ്ടിട്ട് അതിന് എങ്ങനെ മറുകര കിടക്കും, എങ്ങനെ അക്കരെ കിടക്കും എന്ന് ഇസ്രായേലിന് പോലും അറിയില്ല. അങ്ങനെ ഒരു പക്ഷേ മോശയോട് ജനം ചോദിച്ചതുപോലെ യോശുവോട് ചോദിച്ചു കാണും, യോശുവേ, ഞങ്ങളെ മിസ്രയീമിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുവന്ന മോശ മരിച്ചുപോയി, മോശയ്ക്ക് ശേഷമായി നീ ഞങ്ങൾക്ക് നായകനായുണ്ട്, നീ ഞങ്ങളെ നടത്തിക്കൊണ്ട് ഈ യോർദാന്റെ കരയിൽ കൊണ്ടുവന്ന് യോർദാനിലേക്ക് ഞങ്ങൾ നോക്കിക്കുമ്പോൾ എന്താ കാണുന്നത്? കരകവിഞ്ഞൊഴുകുന്ന പാഞ്ഞൊഴുകുന്ന ഈ വെള്ളമാണ്. അതിനെ ഞങ്ങൾ എങ്ങനെ കടക്കും? ഞങ്ങളെ എന്തിനാണ് യോശുവോടെ കൊണ്ടുവന്നത്? പക്ഷേ ജനം ചോദിച്ചു കാണും. പക്ഷേ യോശുവയ്ക്കൊരു കാര്യം ഉറപ്പാ, തന്നെ ഈ നേതൃത്വം ഏൽപ്പിച്ച, തനിക്ക് വെളിപ്പാട് കൊടുത്ത, ദർശനം കൊടുത്ത, മോശയെ വലിയവനാക്കി പോലെ ഇതിനെ വലിയവനാക്കുമെന്ന് പറഞ്ഞ ദൈവം ഈ പാഞ്ഞൊഴുകി വരുന്ന മറയോർദാനെ വിഭാഗിക്കാൻ എന്റെ ദൈവശക്തനാണെന്ന് യോശുവയ്ക്കറിയാം. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. പാഞ്ഞൊഴുകി വരുന്ന മറയോർദാൻ നേരെ എതിർവശത്തുള്ള കാനാൻ 7 ഭയങ്കര ജാതികളും. അന്ന് കനാൻ കടന്നു കഴിഞ്ഞാൽ 7 ഭയങ്കര ജാതികളുമുണ്ട്. ഹല്ലേലൂയ. ഒന്ന് മറയോർദാൻ, 2 ഭയങ്കര 7 ജാതികൾ. ഇവരോടുകൂടെ യുദ്ധം ചെയ്യുവാനായി ഒരുങ്ങിയിരിക്കണം. അല്ലെങ്കിൽ സകല വെല്ലുവിളികളും സഹിച്ചുകൊണ്ട് ശത്രുക്കളെ തോൽപ്പിക്കണമെങ്കിൽ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കണം. അപ്പൊ മറയോർദാൻ കടന്ന പോരാ, 7 കനാന്യ ജാതികളെ നീക്കിക്കളയണം. 7 കനാന്യ ജാതികളെ നീക്കിക്കളഞ്ഞ അവരോട് നിങ്ങൾ യുദ്ധം ചെയ്യേണ്ടി വരും. ആ യുദ്ധം ചെയ്യണമെന്ന് നിന്നെ തന്നെ ശുദ്ധീകരിക്കണം. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിനക്ക് മുമ്പിൽ നിൽക്കുന്ന കനാന്യ ശക്തി, ആ കനാന്യ ജാതികളെ എന്ന് പറഞ്ഞാൽ നിനക്ക് മുമ്പിൽ ശത്രുക്കളെ, ചില കനാന്യ ശക്തികളെ നീക്കിക്കളയണമെങ്കിൽ, ആ സ്വർഗ്ഗകനാലിലേക്ക് നീ പ്രവേശിക്കണമെങ്കിൽ നീ നിന്നെ തന്നെ ശുദ്ധീകരിക്കണം. അതിന് ഒരു യുദ്ധം ആവശ്യമാണ്. നിയമത്തിനോട് ആയുധമെടുത്ത് യുദ്ധം ചെയ്തെങ്കിൽ ഇവിടെ നീ പ്രാർത്ഥനയിൽ യുദ്ധം ചെയ്യണം. മുട്ടുമടക്കി മുടങ്ങാനും മടക്കി നീ ദൈവത്തിൽ പ്രാർത്ഥനയാകുന്ന യുദ്ധം ചെയ്യുമ്പോൾ വാഴ്ചകളും അധികാരങ്ങളും യന്ത്രകാല ലോകത്തിന്റെ അധിപതി സ്വലോകത്തിന്റെ ദുഷ്ടാത്മശനി നിന്റെ മുമ്പിൽ മുട്ടുമടക്കും. മറയോർദാൻ 2 വിഭാഗിച്ചതുപോലെ സാത്താൻ നിന്റെ മുമ്പിൽ തകരുവെന്ന് അടിയറവ് പറയും. അല്ലേ? നമുക്ക് ദൈവത്തിലേക്ക് മടങ്ങി വരാം. ഞാൻ വായിച്ച വചനത്തിലേക്ക് വരട്ടെ. യോശുവ ജനത്തോട് നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പീൻ, യഹോവ നാളെ നിങ്ങളുടെ അതിശയം പ്രവർത്തിക്കും. അത് ഇന്ന് പ്രഭാതത്തിൽ സമാരാധന ദൈവം നിന്റെ അതിശയം പ്രവർത്തിക്കും. കണ്ണുകളുടെ ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്ത് വന കേട്ടോട് കേരളത്തിൽ രാജ്യം 800 കോടി ജനത്തിന്റെ അറിവിൽ ദൈവമക്കളുടെ ഇന്ന് പോലെ അതിശയം നടക്കണം. ഞങ്ങളുടെ കൂടിയവരവ് പല ദൈവമക്കളും പല ദൈവദാസന്മാരും പലരും ജാമ്യം മറയോർവാൻ സമാനമായ വിഷയമായി കടന്നു വരുമ്പോൾ അവിടുന്ന് ജീവന്റെ വന്നവർക്ക് നൽകിക്കൊടുത്ത മറയോർവാനെ നീക്കുന്ന അതിശക്തമായ ശുശ്രൂഷ ജീവൻ ജനത്തിൽ ഒരുക്കണമേ. നിയമപ്പെട്ടത് ചുമക്കുന്ന പുരോഹിതന്മാർ വിരോധനേക്കാൾ യോർദാൻ വാക്കിൽ വെച്ചപ്പോൾ ആ യോർദാൻ നിന്നതുപോലെ ഇന്ന് പകൽ കുടുംബത്തെ തകർന്ന മറ യോർദാൻ ഇന്ന് പകൽ മാറിപ്പോകട്ടെ. സ്വർഗ്ഗത്തിലെ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.